പ്രധാന വാർത്ത തൃശൂരിൽ കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിന് പിന്നാലെ കേരളവർമ്മ കോളേജിൽ KSUവിന്റെ കൊടിക്കാൽ തകർത്ത് തീയിട്ട് SFI പ്രവർത്തകർ. തോരണങ്ങളും നശിപ്പിച്ചു. ആദ്യം ദൃശ്യങ്ങൾ കാണാം. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, SFI ഈ ഒരു സംഘർഷത്തിന് പിന്നാലെ SFI ആരോപിച്ചത് ആ ഒരു സംഘർഷം എന്ന് പറയുന്നത് KSUവിന്റെ ഏകപക്ഷീയ ആക്രമണമായിരുന്നു എന്നാണ്. അതിനൊരു മറുപടിയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഈ ഒരു ദൃശ്യങ്ങളിൽ കണ്ട കാര്യങ്ങളെല്ലാം, അല്ലേ? തീർച്ചയായും കാളിദാസ്, ഇന്ന് ഉച്ചയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. കോളേജിലെ KSUവിന്റെ കൊടിക്കാൽ തകർത്തു, തോരണങ്ങൾ തകർത്തു. ഇതെല്ലാം കൂടി തീയിടുകയായിരുന്നു. ഇതിനു മുന്നേ ഒരു പ്രതിഷേധ പ്രസംഗവും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് തീയിട്ടത്. KSU ഇനി കോളേജിൽ വേണ്ട എന്ന രീതിയിലുള്ള ഒരു ആഹാരത്തിന് ശേഷമാണ് ഈ ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് SFI പ്രവർത്തകർ കടന്നത്. നമുക്കറിയാം, ഇന്നലെ രാത്രി മാളയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡി-സോൺ കലോത്സവത്തിന് വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായിരുന്നു. ആദ്യ ഘട്ടത്തിൽ മത്സരാർത്ഥികളും അതുപോലെ തന്നെ സംഘാടകരും ഈ വിധിന്യായത്തെ ചൊല്ലിയുള്ള തർക്കമുണ്ടാകുകയും സംഘർഷമുണ്ടാകുകയും ചെയ്യുന്നു. പിന്നീടാണ് ഈ വിഷയത്തിലേക്ക് KSUവും SFIയും ഒക്കെ കടന്നു ചെല്ലുന്നത്. പിന്നീട് അത് KSU SFI സംഘർഷമായി മാറി. വടിയും കല്ലും പ്ലാസ്റ്റിക് കസേര ഉൾപ്പെടെ ഉപയോഗിച്ച് കൂട്ടത്തല്ലായിരുന്നു ഇന്നലെ ഉണ്ടായത്. അതിനുശേഷം KSUവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെ 10ഓളം വരുന്ന പ്രവർത്തകർ ആംബുലൻസിൽ ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ചാലക്കുടി മുരിങ്ങൂരിലുള്ള പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ച് കാറിലെത്തിയ സംഘം ഇരുമ്പ് വടികൊണ്ടും അതുപോലെ തന്നെ കല്ല് ഉപയോഗിച്ചും ആംബുലൻസിന് നേരെ ആക്രമണം ഉണ്ടായി. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഗോകുൽ ഗുരുവായൂർ ആരോപിച്ചത് ഇതിന് പിന്നിൽ SFI അതുപോലെ തന്നെ CPM DYFI പ്രവർത്തകരാണ് തങ്ങളെ ആക്രമിക്കാനായി എത്തിയതെന്നാണ് രാവിലെ ആരോപിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘർഷത്തിൽ കേരളവർമ്മ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി SFI യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആശിഷിന് ഗുരുതര പരിക്കേറ്റിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ്, ഇതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഈ SFI പ്രവർത്തകർ KSUവിന്റെ കൊടിക്കാലും അതുപോലെ തോരണങ്ങളൊക്കെ തകർത്ത് തീയിടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കോളേജ് യൂണിയൻ ചെയർപേഴ്സന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണം എന്നാണ് KSU ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തെ തുടർന്നുള്ള പിന്നീട് സംഘർഷങ്ങളൊന്നും കോളേജിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി ഇതിന്റെ തുടർച്ച എന്നോണം പോലീസ് ഈ വിവരം അറിഞ്ഞതോടെ സ്ഥലത്ത് പ്രത്യേക കാവൽ ഉൾപ്പെടെ പോലീസ് സംഘം വിന്യസിക്കാൻ ഉൾപ്പെടെയുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ തുടർച്ചയായി ഇനി വീണ്ടും കേരളവർമ്മ കോളേജിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ അത്തരത്തിലുള്ള ഘട്ടത്തിലേക്കൊന്നും കടന്നിട്ടില്ല. എങ്കിലും ഈ മാളയിലുണ്ടായ ഡി-സോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിന്റെ തുടർച്ച എന്നോണമാണ് കേരളവർമ്മ കോളേജിലെ ഈ KSUവിന്റെ കൊടിയും അതുപോലെ തന്നെ തോരണങ്ങൾ ഉൾപ്പെടെ തകർത്ത് തീയിടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. കോളേജിൽ ഇനി KSU വേണ്ട എന്ന തരത്തിലുള്ള ആഹ്വാനത്തിന് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. കാളിദാസ്, അനീഷ, നാളെ ഇപ്പോൾ SFIയുടെ പഠിപ്പുമുടക്കാണ്. ഈ ഒരു സംഘർഷത്തിന് പിന്നാലെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലൊക്കെ ആ ഒരു പഠിപ്പുമുടക്കുണ്ട്. അപ്പോൾ നാളെയും അല്ലെങ്കിൽ ഇനി വരുന്ന മണിക്കൂറുകളിലും ഇത്തരത്തിലുള്ള കാഴ്ചകളും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണേണ്ടി വരും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ പ്രതികരണം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുകൂടി നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും ഈ കോളേജിൽ തന്നെ ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്ന സാഹചര്യത്തിന്റെ തുടർച്ച എന്നോണം ഇതിനെ എതിർക്കാൻ അല്ലെങ്കിൽ ഇതിന് പ്രതികാരം എന്നോണം ഇനി KSU പ്രവർത്തകർ വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു സംഘർഷം ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്കയിലൊക്കെയാണ് തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസ് ഉൾപ്പെടെ ഉള്ളത്. എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്കൊന്നും ഇപ്പോൾ അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഈ സംഭവങ്ങളോട് ഇത് കഴിഞ്ഞു. തീയിട്ടതിന് ശേഷം മറ്റ് ഒരു സംഘർഷ സാധ്യതയോ ഒന്നും തന്നെ പ്രദേശത്തില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായേക്കാം എന്നൊരു നിഗമനത്തിൽ കൂടിയാണ് പോലീസ്, അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് പോലീസ് ഉള്ളത്. എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പുമുടക്ക് വരുമ്പോൾ ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ മറ്റു കോളേജിലും ഇതിനെ തുടർന്നുള്ള ഇത്തരത്തിലുള്ള സമാന രീതിയിലുള്ള ആക്രമണം ഉണ്ടായേക്കുമോ എന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടി പോലീസിനുണ്ട്. എന്തായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും കേരളവർമ്മ കോളേജിൽ നിലവിൽ ഇപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഈ തീയിടൽ പ്രക്രിയ പൂർത്തിയാക്കി മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. KSU പ്രവർത്തകരൊന്നും ആ പ്രദേശത്തേക്ക് വന്നിട്ടില്ല നിലവിൽ ഇതുവരെയും. എന്തായാലും തുടർ പ്രശ്നങ്ങൾക്കൊരു സാധ്യത പോലീസ് ഉൾപ്പെടെയുള്ളവർ കാണുന്നുണ്ട്. കാളിദാസ്.
തീർച്ചയായും കേരളവർമ്മ കോളേജിലാണ് ഇത്തരത്തിൽ തോരണങ്ങൾ നശിപ്പിക്കുകയും കൊടിക്കാൽ കത്തിക്കുന്നൊരു കാഴ്ചയെല്ലാം കണ്ടത്. ഇപ്പോൾ നിലവിൽ സംഘർഷാവസ്ഥയൊന്നും കേരളവർമ്മ കോളേജിലില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ നാളെ പഠിപ്പ് മുടക്കിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ SFIയുടെ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു സമരം നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു സംഘർഷാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു നിലവിലെ സംഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.